പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്ഥാനമൊഴിയുന്നതിൻ്റെ ലക്ഷണങ്ങൾ പ്രകടിപ്പിച്ചു തുടങ്ങിയിരിക്കുന്നു. അത് ഒരു വ്യാഴവട്ടക്കാലം കഴിഞ്ഞിരിക്കുന്ന ഈ വർഷം തന്നെ ഉണ്ടാകുമോ, അല്ലെങ്കിൽ ഭരണം അവസാനിപ്പിക്കുന്ന 15 വർഷം കഴിയുന്ന 2029 എന്നതാണ് ഇപ്പോൾ സംശയിച്ചു നിൽക്കുന്നത്. രണ്ടായാലും ഇനിയൊരു തവണ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ BJP തെരഞ്ഞെടുപ്പിനെ നേരിടില്ല എന്നുറപ്പായിട്ടുണ്ട്. അത് പാർട്ടിക്കുള്ളിൽ തന്നെ ചർച്ചയായി എന്നുള്ളതാണ് പുറത്തുവരുന്ന രഹസ്യ വിവരങ്ങൾ. അതറിഞ്ഞുകൊണ്ട് തന്നെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും ചില യാഥാർത്ഥ്യങ്ങൾ തുറന്നു പറഞ്ഞിട്ടുണ്ട്. അതായത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ രാഷ്ട്രീയ ഭരണകാലം അവസാന ഘട്ടത്തിലാണെന്നാണ് കോൺഗ്രസ് നേതാവ്, ലോക്സഭാ പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധി അവരുടെ സമ്മേളനത്തിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. മോദിയുടെ പിൻഗാമിയെ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ ഇതിനകം ആരംഭിച്ചിട്ടുണ്ട് എന്ന് ചില വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ രാഹുൽ ഗാന്ധി വ്യക്തമാക്കുന്നു. അതും കഴിഞ്ഞ ദിവസം ന്യൂഡൽഹിയിലെ കോൺഗ്രസ് ആസ്ഥാനമായ ഇന്ദിരാഭവനിൽ ചേർന്ന കോൺഗ്രസ് പ്രവർത്തക സമിതി യോഗത്തിലാണ് രാഹുൽ ഗാന്ധി വെളിപ്പെടുത്തൽ നടത്തിയത്. അതിൻ്റെ ചില യാഥാർത്ഥ്യങ്ങൾ ഇങ്ങനെയാണ്. BJPയും കേന്ദ്ര സർക്കാരും സമീപകാലത്ത് കണ്ട ഏറ്റവും വലിയ തകർച്ചയിൽ നിൽക്കുകയാണ്. ഒന്നും കയ്യിൽ നിൽക്കുന്നില്ല. സ്വന്തം മന്ത്രിസഭയിലെ പ്രമുഖനെ യുവാക്കളുടെ പ്രതിഷേധത്തിൽ ഭയന്ന് രാജിവെപ്പിച്ചതോടെ അത് യഥാർത്ഥത്തിൽ മോദിജി തന്നെ രാജിവെച്ചതിന് തുല്യമാണ്. അതുമാത്രമല്ല, ഒരു മാസത്തിനടുത്ത് ലോക്സഭാ സമ്മേളനം നടന്നു. എന്നിട്ടും അത് മൺസൂൺ എന്ന പ്രധാന സെഷൻ നടന്നിട്ടും അതിനുള്ളിലേക്ക് കയറി ചെല്ലാൻ പ്രധാനമന്ത്രിക്കും ആഭ്യന്തരമന്ത്രിക്കും ധൈര്യം വന്നില്ല എന്നത് ചരിത്രത്തിൽ ലോക്സഭ കണ്ട കാഴ്ചയാണ്. ഈ രാജ്യം നിലവിൽ വന്നതിന് ശേഷം ഒരു ഭരണാധികാരിയും ഇങ്ങനെ ഭയന്നിട്ടില്ല. ഇതെല്ലാം സൂചിപ്പിക്കുന്നത് മോദിയുടെ കീഴടങ്ങൽ തന്നെയാണ്. തനിക്കിനിയാകില്ലെന്നും BJPയെ അവർ തന്നെ സംരക്ഷിച്ചു കൊള്ളട്ടെ എന്ന് RSSനെ നോക്കി പറഞ്ഞതുമാണ് ഇപ്പോൾ അറിയുന്നത്. ദേശീയ അധ്യക്ഷനാണെങ്കിൽ ഒരു കഴിവില്ലാത്തയാളാണെന്ന് മോദി പറയാതെ പറയുന്നു. അതിൽ RSSൻ്റെ താല്പര്യമാണ് നോക്കിയത്. അതുകൊണ്ട് RSS തന്നെ ജയിപ്പിച്ചോട്ടെ എന്ന തീരുമാനത്തിലേക്ക് നരേന്ദ്രമോദി കടക്കുകയാണ്. അതിന് സമാനമാണ് അമിത്ഷായുടെ ചിന്താഗതിയും. അത് വളരെ വ്യക്തമായ ഒരു സാഹചര്യത്തിലാണ് രാഹുൽ ഗാന്ധി ചില വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നത്. അതായത് നരേന്ദ്രമോദിയുടെ രാഷ്ട്രീയ അന്ത്യം സംഭവിച്ചു കഴിഞ്ഞു, അദ്ദേഹത്തിൻ്റെ സമയം കഴിഞ്ഞിരിക്കുന്നു, മോദി ഭരണത്തിൻ്റെ അവസാന ഘട്ടമാണിത്, അദ്ദേഹത്തിൻ്റെ പിൻഗാമിയെ തേടുകയാണ് BJP എന്നാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത്. മോദി സർക്കാർ പൂർണ്ണമായും പിന്നോട്ടാണെന്ന് വിശേഷിപ്പിച്ച രാഹുൽ ഗാന്ധി ആ സർക്കാരിനെതിരെ കൂടുതൽ ആക്രമണാത്മക സമീപനം സ്വീകരിക്കാൻ നേതാക്കളോട് ആവശ്യപ്പെടുകയും ചെയ്തതായി കോൺഗ്രസ് വൃത്തങ്ങൾ വ്യക്തമാക്കുന്നു. നരേന്ദ്രമോദി രാഷ്ട്രീയ വിരമിക്കൽ സൂചന നൽകിയതോടെ കോൺഗ്രസ് കൂടുതൽ ശക്തമായ നീക്കം നടത്താൻ ഒരുങ്ങി. അതുപ്രകാരം രാജ്യത്തെ രാഷ്ട്രീയ സാഹചര്യത്തെക്കുറിച്ചും പ്രധാന വിഷയങ്ങളിൽ പാർട്ടിയുടെ തന്ത്രത്തെക്കുറിച്ചും മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ ചർച്ച ചെയ്തു. കോൺഗ്രസ് പ്രവർത്തക സമിതി യോഗത്തിൽ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെയും കേന്ദ്ര സർക്കാരിനെതിരെ അതിരൂക്ഷ വിമർശനം ഉന്നയിച്ചത് നേതാക്കളോട് പൊരുതാൻ വേണ്ടി തന്നെ പറയുന്നൊരു കാഴ്ചയാണ് കണ്ടത്. കഴിഞ്ഞ 12 വർഷത്തിനിടെ മോദി സർക്കാർ യുവാക്കളുടെ ഭാവി തകർത്തുവെന്ന് യോഗത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് മല്ലികാർജ്ജുൻ ഖർഗെ വ്യക്തമാക്കുന്നു. സമീപ വർഷങ്ങളിൽ 94,000 സ്കൂളുകൾ അടച്ചുപൂട്ടിയതായും വിദ്യാഭ്യാസത്തിൽ നിന്നും തൊഴിൽ ലഭിക്കുന്നതിലേക്കുള്ള വ്യക്തമായ ദേശീയ റോഡ് മാപ്പ് വേണമെന്നും ഖർഗെ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ രാമക്ഷേത്ര ട്രസ്റ്റിന് ലഭിക്കുന്ന പണം, സ്വർണം, മറ്റ് സംഭാവനകൾ ഇവയെക്കുറിച്ചെല്ലാം മല്ലികാർജ്ജുൻ ഖർഗെ ചോദ്യങ്ങൾ ഉന്നയിച്ചു. സംഭാവനകൾ എങ്ങനെ കണക്കാക്കുന്നുവെന്നും എങ്ങനെ ഉപയോഗിക്കുന്നുണ്ടെന്നും അറിയാൻ ജനങ്ങൾക്ക് അവകാശമുണ്ടെന്ന് ഖർഗെ വ്യക്തമാക്കുന്നു. സാമ്പത്തിക കുറ്റകൃത്യം വളരെ കൃത്യമായി അന്വേഷിക്കണമെന്നും ഉത്തരവാദികളായവരെ കണ്ടെത്തണമെന്നും കോൺഗ്രസ് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. അങ്ങനെ സമരങ്ങൾ ഒരുപാട് നടക്കുമ്പോൾ, പല പരാജയങ്ങൾ ഏറ്റുവാങ്ങുമ്പോൾ, അയോധ്യ പോലെയുള്ള വലിയ കൊള്ളയും മുന്നിൽ നിൽക്കുമ്പോൾ തനിക്കിനി മുന്നോട്ട് പോകാനാകില്ല എന്നുള്ളത് മോദി തിരിച്ചറിയുന്നു. അദ്ദേഹം വലിയ ദുഃഖിതനാണ് എന്നുള്ള സൂചനകളും ലഭിക്കുന്നു.